എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചാൽ കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട് വരെ 2 വീലറിൻ്റെ മുകളിലല്ല കേട്ടോ പോണത്, ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ്. അപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇന്നലെ കുറച്ച് ഷോപ്പിംഗ് നടത്താൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചുമ്മാതെ ഒരു ഡ്രസ്സ് ട്രയലിട്ട് നോക്കിയതായിരുന്നു. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കരുതി അവനെ ഇങ്ങ് തൂക്കിയേക്കാം എന്ന് കരുതിയിട്ട് ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ആ ഡ്രസ്സ് ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇതാണ് കേട്ടോ ഡ്രസ്സ്. ചുമ്മാ കണ്ട സമയത്ത് ഒരു ട്രയലിട്ട് നോക്കിയതാണ്. അപ്പം ഞാനിത് സ്റ്റാറ്റസ് ആക്കി വെച്ച സമയത്തും വീഡിയോ ആക്കി ഇട്ട സമയത്തൊക്കെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. അപ്പം പിന്നെ കരുതി കൂടെ കൂട്ടിയേക്കാം എന്ന്. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് പോയത്. പിന്നെ ഞാൻ വേറൊരു ഡ്രസ്സ് കൂടി നോക്കിയിട്ടുണ്ടായും, എടുത്തില്ല. വേറെ നോക്കിയത് ഏതാണെന്ന് വെച്ചാൽ ഇതാട്ടോ. എടുക്കാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരു റെഡ് ഞാൻ എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിലേക്ക് മറ്റൊരു റെഡും കൂടിയും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാതിരുന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നു ഇതുകൂടി എടുത്തുകൂടായിരുന്നോ എന്ന്. അങ്ങനെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വാച്ച് നോക്കാൻ വേണ്ടിയിട്ട്, ഒന്നല്ല കേട്ടോ 2 നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഷോപ്പ് കയറിയതാണ്. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് തന്നെ പറയാം. പക്ഷേ മിക്കതും എൻ്റെ മക്കളുടെ കയ്യിലുള്ളത് തന്നെയാണുള്ളത്. അറിയാമല്ലോ, ഈ പറഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് കളക്ഷനൊന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് റേറ്റ് കൂടുതലുള്ളത് നമ്മൾ മേടിച്ചിട്ടും കാര്യമില്ല കേട്ടോ. അപ്പം എൻ്റെ മോനെടുത്ത വാച്ച് ഇതാണ്. മോൾക്ക് എടുത്തത് കറക്റ്റ് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇത് ആദ്യം കിഡ്സിൻ്റെ സെക്ഷനിൽ നോക്കിയതാണ്. അപ്പം കിഡ്സിൻ്റെതും അല്ല മുതിർന്നതും അല്ലാത്ത വാച്ച് വേണം. കാരണം 2ൻ്റെയും നടുക്കിലാണ് മക്കളുള്ളത്. ഒരാൾ 10ാം ക്ലാസ്സിലാണ്, ഒരാൾ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇത് നോക്കുമ്പം പറ്റ കുഞ്ഞു കുട്ടികൾ ഇതുപോലെ ആയിപ്പോയി. അപ്പോൾ കുറച്ചും കൂടി മുതിർന്നത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പിന്നെ മലബാർ ഗോൾഡിലേക്ക് വിട്ടു കേട്ടോ. പലരുടെയും വിചാരം മലബാർ ഗോൾഡും ഡയമണ്ടും മാത്രമാണ് എന്നുള്ളത്. അല്ല കേട്ടോ, വാച്ചിൻ്റെ ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ അവിടുന്ന് 2 വാച്ചും എടുത്ത് നേരെ വീട്ടിലോട്ട്. എല്ലാവരുടെയും പിറന്നാൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ബർത്ത്ഡേ വരുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക ചിലവ് ചെയ്യാറുണ്ട്. അപ്പോൾ വരുന്ന ജൂൺ 15-ാം തീയതി എൻ്റെ പിറന്നാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം ഒക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് അവർക്ക് ലൈഫ് ലോങ് ഒരു ഓർമ്മയായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന്. എന്താ വെച്ചാൽ നാളെ ഒരു പക്ഷെ ഞാനില്ലെങ്കിലും ഇത്രാമത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ഉമ്മ തന്ന ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കാം, അല്ലെ എടുത്തു വെക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. ഇതിൽ ഏത് ആരുടേത് എന്ന് എനിക്കറിയില്ല. അത് വേണ്ട, ഒരു നോക്കിക്കോട്ടെ. കാരണം 2 ആൾക്കും ഓരോ വാച്ചാണ് മേടിച്ചത്. അതും ആർക്ക് ഒരു മിനിറ്റ് അങ്ങനല്ല. അപ്പൊ 2 ഒരേ ബോട്ടിലാണ്, 2 ഒരേ കവറുമാണ്. സെയിം ബോട്ടിലാണ്, സെയിം കവറാണ്. തിരിഞ്ഞു നിന്നാ മതി, ഇത് തിരിഞ്ഞാ മതി കേട്ടോ, തിരിയണം. അപ്പൊ ഏതാന്നുള്ളത് ഓല് നോക്കിക്കോട്ടെ. ഇതിപ്പോ നമ്മൾ കാണിക്കാം. പറ്റിച്ചേ, ഇത് മറ്റേ പിന്നെ പറ്റിച്ചേ, നിറത്തിലുള്ള മാതിരി പറ്റിച്ചെന്ന് അറിയുമ്പോ പറ്റിച്ചെന്ന് പറയുമ്പേ ഇല്ലാന്ന് വിചാരിക്കും. കാണിച്ചെടുത്തോ, എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഓ, ഒന്ന് തിരിക്കാനിട്ടാ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അവസാനം നാളെ 2 ആൾക്കും ഫാസ്റ്റ് ട്രാഗിന്റെ ഓരോ വാച്ചാട്ടോ മേടിച്ചത്. അപ്പൊ ഇത് ലെവളുടേതും
ഇത് ലെവൻ്റെ ലെവൻ്റെതും. ഇതെന്റെ സ്വന്തം മോനായതുകൊണ്ട് ഞാൻ കാണിക്കുന്നു, ഇതെന്റെ സ്വന്തം മോളല്ലാത്തത് കൊണ്ടും ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നു. ഇതിന്റെ മുഖം നിങ്ങൾ കാണൂല കേട്ടോ, ഇതിനെ നിങ്ങൾ കാണും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജന്മദിനം വരെ വെച്ചാല് അങ്ങനെ ചെയ്താൽ മതി. എങ്ങനെ ചെയ്താൽ മതി? നമ്മളെ ലൈഫിൽ എന്നും നമ്മൾ അവരെ ഓർത്തിരിക്കാൻ, ഇപ്പൊ വലുതായിട്ടാണെങ്കിലും ഇന്നത്തെ ഗിഫ്റ്റ് ഒന്നും അവരൊരിക്കലും താക്കൂലാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പൊ ബൈ.